ഈ വീഡിയോകളെല്ലാം കാണുമ്പോൾ സുരേഷ് ഗോപി എന്ന അച്ഛനെയാണ് എല്ലാവരും സത്യം പറഞ്ഞാൽ കാണുന്നത്. ഒരു നടനെയോ അല്ലെങ്കിൽ മന്ത്രിയെയോ അല്ല, ഒരു മനുഷ്യനെയും. ആ ഒരു മോളുടെ ഒരു കുട്ടി കല്യാണം വിളിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ സാധാരണ ആരും എല്ലാവരും തന്നെ എന്താണ് ചെയ്യുക, റിസപ്ഷനോ മറ്റു ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ അല്ലാതെ ഒരു ദിവസം ഇവരെ കാണും. എന്നാൽ ഇത്രയും വെളുപ്പാങ്കാലത്ത് പുലർച്ചെ അദ്ദേഹം ഓടിയെത്തണമെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങളിലും. സുരേഷ് ഗോപി എത്തിയത് തന്നെയാണ് അനുവിന്റെ കല്യാണത്തിലെ ഏറ്റവും വലിയ സർപ്രൈസും സന്തോഷവും. ഭുവനേശ്വറുമായുള്ള വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് അനുമോൾ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഭുവനേശ്വറുമായി ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് അനുമോൾ തുറന്നു പറഞ്ഞത്. കസവ് സാരിയായി അതീവ സുന്ദരിയായ അനുമോളെ ചിത്രങ്ങളിൽ എല്ലാം നമ്മൾ കണ്ടു. ഗുരുവായൂർ കണ്ണന്റെ മുന്നിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വെച്ച് തമിഴ്നാട് സ്വദേശിയായ ഭുവനേഷ് അനുമോളുടെ കഴുത്തിൽ താലി ചാർത്തി. മലയാളികൾക്ക് പ്രിയപ്പെട്ടവൾ ഇനി തമിഴ്നാടിന്റെ മരുമകളാണ്. ചിങ്ങം പിറന്ന ശേഷമുള്ള ആദ്യത്തെ താരവിവാഹമാണ് അനുവിൻ്റേത്. പുലർച്ചെ 5:30-ക്കായിരുന്നു ചടങ്ങുകൾ നടന്നത്. താലികെട്ട് കഴിഞ്ഞതിന് പിന്നാലെ വിവാഹ ചിത്രങ്ങളും താലികെട്ടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ വീഡിയോയുമെല്ലാം അനുമോൾ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം ബ്രൈഡ് ടു ബി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ മാത്രമാണ് വിവാഹ സൂചന നൽകി അനുമോൾ പങ്കുവച്ചത്. അല്ലാതെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് സൂചനകളൊന്നും താരം നൽകിയിരുന്നില്ല. അതിനാൽ തന്നെ പുലർച്ചെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കും അതൊരു സർപ്രൈസായി. ഗോൾഡൻ നിറത്തിലുള്ള ഹെവി വർക്കുള്ള ധാവണിയും മിനിമൽ ആഭരണങ്ങളും അണിഞ്ഞ് ദേവതയെ പോലെയാണ് അനുമോൾ താലികെട്ടിനായി എത്തിയത്. ഗോൾഡൻ നിറത്തിലുള്ള കസവ് മുണ്ടും മേൽമുണ്ടുമായിരുന്നു വരന്റെ വേഷം. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഭുവനേഷും അഭിനേതാവാണ്. തമിഴ്നാട് ആക്ടിംഗ് ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ഒട്ടുമിക്ക താരങ്ങളും അനുവിനും ഭുവനേഷിനും ആശംസകൾ നേർന്നെത്തിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ രംഗത്ത് നിന്നുള്ള താരങ്ങളും പ്രേക്ഷകരുമെല്ലാം അനുവിനെയും ഭുവനേഷിനെയും ആശംസകൾ കൊണ്ട് മൂടുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് വധുവിനെ വരൻ കൈപ്പിടിച്ച് നൽകിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഇപ്പോൾ അങ്ങനെ ഉത്തരമായിരിക്കുന്നു. അനുവിനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചാണ് ഭുവനേഷും അമ്മയും കൊണ്ടുപോയത്. ഭുവനേഷിന്റെ അച്ഛനെ വീഡിയോകളിലൊന്നും നമ്മൾ കണ്ടില്ല. അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇരു കൈയും നീട്ടിയാണ് ആ അമ്മ മരുമകളെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അനുവിന്റെയും ഭുവനേശ്വറിന്റെയും വിവാഹം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അത്ര ടോക്കറ്റീവ് ഒന്നും അല്ല ഭുവനേശ്വർ എന്നാണ് ആരാധകർ പറയുന്നത്. ഭുവനേശ്വർ ആണ് വരൻ എന്നറിഞ്ഞതോടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ആകമാനം ആളുകൾ എല്ലാവരും ആരാണ് ഈ ചുള്ളൻ എന്ന് തപ്പി നടക്കുകയായിരുന്നു. എന്തായാലും അത് കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ കണ്ടെത്തി കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും അയ്യോ അടിപൊളി ചെക്കനാണല്ലോ, എന്ത് രസമാണ്, അനു ഇത്രയും കാത്തിരുന്നത് വെറുതെ ആയില്ല എന്ന് തോന്നി. എന്നാൽ ഇന്ന് ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാവുന്നത് അത്ര ടോക്കറ്റീവ് അല്ല. അനു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. എന്നാൽ അനുവിന്റെ വരൻ ഭുവനേശ്വർ, ഭർത്താവായ ഭുവനേശ്വർ അധികം സംസാരിക്കാത്ത ഒരാളാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തമിഴിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെയുള്ള ഒരു ഭ്രമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം യൂട്യൂബ് വീഡിയോകളാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അല്ലാത്ത പുറത്ത് ഇത്രയും വലിയ ആൾക്കൂട്ടം, ക്യാമറകൾ, ഇത്രയും വെളിച്ചം, ഇത്രയും ഒരു ഫെയിമിലോട്ട് അദ്ദേഹം വന്നിട്ടില്ല. കാരണം ഇവരുടെ മറ്റ് ചടങ്ങുകളൊന്നും തന്നെ പബ്ലിക് സ്പേസിലോട്ട് വന്നിട്ടില്ല. ഈ വിവാഹമാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം അനുവിനെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് എന്നാണ് അനു തന്നെ പറയുന്നത്. അവസാനം കാത്തിരിപ്പുകൾക്കൊടുവിൽ നടി അനുമോൾ വിവാഹിതയായിരിക്കുകയാണ്. 3 വർഷത്തോളമായി അനുമോളുടെ വിവാഹ വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇന്ന് വിവാഹിതയാകും, അനുമോളുടെ വിവാഹമാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞു തുടങ്ങിയ വാർത്തകളൊക്കെയാണ് കുറേ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അനുമോളും പറഞ്ഞിരുന്നു, കഴിഞ്ഞ 2-3 വർഷമായി തൻ്റെ വിവാഹത്തെപ്പറ്റി ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. എന്താണെങ്കിലും താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, നാളെയാണ് എൻ്റെ വിവാഹം എന്ന് അനുമോൾ പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 18 രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച്, ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ വെച്ച് അനുമോൾ വിവാഹിതയായി. അവസാനം കാത്തിരിപ്പുകൾക്കൊടുവിൽ അനുമോളുടെ വിവാഹം നടക്കുമ്പോൾ കാണാൻ ചുള്ളനാണല്ലോ അനുമോളുടെ ചെക്കൻ എന്നാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. മോഡലും നടനുമാണ് ഭുവനേശ്വർ. ഭുവനേശ്വറിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ട് സ്വദേശിയായ ഭുവനേഷ് ആണ് വരൻ എന്നതിനപ്പുറം കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല.
അനുമോൾ പങ്കുവച്ച വിവാഹത്തിന്റെ വീഡിയോയിൽ ഭുവൻ എന്ന പേര് വെളിപ്പെടുത്തുന്നുണ്ട്. താൻ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ചെല്ലുമ്പോൾ വാവ് സൂപ്പർ എന്നൊക്കെ ഭുവൻ പറയണം എന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. വാ പോവാം എന്ന് പറഞ്ഞ് കൂട്ടി അങ്ങ് കൊണ്ടുപോകും എന്നാണ് അനുമോൾ പറഞ്ഞത്. ആരാണ് അനുമോൾ ഇത്രയും സ്നേഹത്തോടെ സ്നേഹിക്കുന്ന അനുമോളുടെ ചെക്കൻ എന്ന് സോഷ്യൽ മീഡിയ തിരയുകയാണ്. അനുമോളുടെ ചെക്കൻ സുന്ദരനാണെന്ന് ഷിയാസ് കരീം പറഞ്ഞതുപോലെ തന്നെ ഭുവനിൽ ആദ്യം ആളുകളെ ആകർഷിക്കുന്നത് ആ സ്റ്റൈലും ലുക്കും ഒക്കെ തന്നെയാണ്. വിവാഹ ഫോട്ടോകൾക്ക് താഴെ വരുന്ന കമന്റുകളും നല്ല ചുള്ളൻ ചെറുക്കനാണല്ലോ, അനുമോൾ കാത്തിരുന്ന് കെട്ടിയത് ഒരു അടിപൊളി ചെക്കനെ തന്നെയാണ് എന്നാണ് പറയുന്നത്.